വൈദ്യുതി സർചാർജ് വർദ്ധിപ്പിക്കണമെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടു. നിലവിൽ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഈടാക്കുന്ന 9 പൈസ സർചാർജ് ഇനി 16 പൈസയാക്കണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, യഥാർത്ഥത്തിൽ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് അധിക സമയമൊന്നുമായിട്ടില്ല. എന്നാൽ ഇതിനിടയിൽ തന്നെ വൈദ്യുതി ബോർഡ് സ്വന്തം നിലയിൽ ഇത്തരത്തിൽ സർചാർജ് ഈടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ ആവശ്യം സർചാർജുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നിലവിൽ 2 രീതിയിലാണ് ഇപ്പോൾ സർചാർജ് ഈടാക്കുന്നത്. ഒന്ന്, റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച് നൽകുന്ന 9 പൈസ, യൂണിറ്റിന് 9 പൈസ എന്ന സർചാർജ്. അതോടൊപ്പം KSEB നേരിട്ട് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന 10 പൈസ എന്ന സർചാർജ്. ഈ 2 സർചാർജുകളും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ 9 പൈസ 16 പൈസയായി വർദ്ധിപ്പിക്കണം എന്ന് ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം ബോർഡ് ഇപ്പോൾ ഈടാക്കുന്ന 10 പൈസ പോരാ, അത് ഉയർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിനായി വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് ഉടൻ തന്നെ അപേക്ഷ നൽകി. ഏതായാലും ബോർഡിന്റെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള സർചാർജിനൊക്കെ പുറമെ ഒരു താരിഫ് ഷോക്കിലേക്ക് സംസ്ഥാനം മാറും എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വസ്തുത. കാരണം 20 പൈസയുടെ അധിക ബാധ്യത ഒരു യൂണിറ്റിന് ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. വൈദ്യുതി ബോർഡ് ഇതിന് പറയുന്ന ഒരു ന്യായീകരണം, ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസക്കാലത്തേക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിലൂടെ 92 കോടിയാണ് വൈദ്യുതി ബോർഡിന് അധികമായി ചെലവാക്കേണ്ടി വന്നത്. യൂണിറ്റിന് 10 പൈസ വെച്ച് ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വളരെയേറെ കാലം എടുക്കും എന്നുള്ളതാണ് ബോർഡ് കണ്ടെത്തുന്ന ന്യായീകരണം. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ നിന്ന് തിരിച്ച് ഈടാക്കുന്നതിനുള്ള നടപടികൾ വേണം എന്നുള്ളതും റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. SKN സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും ഒരു താരിഫ് ഷോക്കിലേക്കും വൈദ്യുതി നിരക്ക് വർധനയിലേക്കും ബോർഡിന്റെ ഈ നീക്കം ഇടയാക്കും എന്നുള്ളതാണ് ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.